ഹായ് ഗായ്സ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് പൊന്മുടിയിലോട്ടാണ്. മതി. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു ഊഞ്ഞാൽ കണ്ട. അപ്പം നമ്മൾ വണ്ടി നിർത്തി ഊഞ്ഞാലാടാന്ന് പറഞ്ഞു. ആ ഊഞ്ഞാലിനകത്താണെങ്കിൽ 2-3 പേർക്ക് ഇരുന്ന് ആടാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാനും ഫായിസും അച്ഛനും കൂടെ ആയിരുന്നിരുന്ന് ആടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഊഞ്ഞാലും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ സിംഗിളായിട്ട് ആടാൻ പറ്റുന്ന ഊഞ്ഞാലും ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ അജുവും ആട്ടി വിട്ട്, അജുനെ ഞാനും ആട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിത്തീർന്ന് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുന്നെങ്കിൽ അവിടെ തണുപ്പായിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊന്മുടിയിലോട്ട് പോകുന്ന വഴിയുടെ അവിടെ പണി നടക്കുന്നുണ്ട്. നമ്മൾ വേറൊരു വഴി കൂടെയാണ് പോയത്. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പൊന്മുടിയിലെത്തി. അങ്ങനെ അജു പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് നമ്മളെ കയറ്റി വിടുമായിരുന്നു. ഉണ്ടോ നീ ഉണ്ടാ അവിടെ നിന്നാ പോക കയറുന്നുണ്ടോ? പിന്നെ നമ്മുടെ താജു പറഞ്ഞാൽ ഒരു ഒറ്റമരം ഉണ്ട്, അത് കാണാമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗായ്സ് ആ ഒറ്റമരം. ആ കാണുന്നതാണ് ഒറ്റമരം. അങ്ങനെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ തണുപ്പ് ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പൈനാപ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ പൈനാപ്പിളും മാങ്ങ. പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ന്യൂഡിൽസ് തിന്നാൻ തോന്നി. അങ്ങനെ ന്യൂഡിൽസും മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സൂപ്പറാണോ? പിന്നീട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒറ്റമരത്തിൻ്റെ അവിടുന്ന് കുറച്ചും കൂടെ പോകണമായിരുന്നു. നമ്മുടെ പൊന്മുടിയിലോട്ട് പോകുന്ന വഴിക്ക് എന്തോരം മാതിരി തണുപ്പായിരുന്നു. ഗായ്സ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നീട് നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ നടന്ന് നമ്മളങ്ങ് താഴെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ ഇരിക്കുമായിരുന്നു, വന്നിട്ടില്ല. താത്തയും ഫായിസൊന്നും വാപ്പമായൊന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ താത്തയും വാപ്പമായൊക്കെ ഇരുന്ന സ്ഥലത്ത് നമ്മൾ വന്ന്. ഭയങ്കര കോട മഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. തണുപ്പ് നല്ല രീതിയിലാവുന്നുണ്ടായിരുന്നു. ഇത് കേട്ടോ. പിന്നീട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കഴിച്ച കടയിൽ തന്നെ കയറിയിട്ട് വീണ്ടും നമ്മൾ ന്യൂഡിൽസ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ചേരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു രാത്രിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി.